നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ പുരോഗതിക്കായി നടപ്പിലാക്കിയ വികസന മുന്നേറ്റങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വികസന സെമിനാറുകളും പ്രചാരണ പരിപാടികളും നടത്തുമെന്ന് ബിജെപി മലപ്പുറം ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ലഘുലേഖ വിതരണവും പ്രദർശനങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. 12 വർഷം പൂർത്തിയായതിന്റെ ദേശീയ തലത്തിൽ നടക്കുന്ന പരിപാടികളെക്കുറിച്ചും 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ തരത്തിലുള്ള പരിപാടികൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ റെക്കോർഡ് ഭേദിച്ച ഒരു സർക്കാരുമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ദിവസം മുൻ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ റെക്കോർഡ് നരേന്ദ്രമോദി ഭേദിച്ചിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും അധികം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ വ്യക്തി ശ്രീ നരേന്ദ്രമോദിയാണ് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ദേശീയപാത വികസനം, ജൽജീവൻ മിഷൻ, കർഷകർക്കുള്ള വിവിധ പിന്തുണകൾ, ഗ്യാസ് പൈപ്പ് ലൈൻ, ജൻ ഔഷധി കേന്ദ്രങ്ങൾ, ജൻധൻ അക്കൗണ്ടുകൾ, റെയിൽവേ വൈദ്യുതീകരണം, കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില നടപ്പാക്കൽ തുടങ്ങിയ മേഖലകളിലെല്ലാം മുൻ UPA സർക്കാർ നൽകിയതിന്റെ ഇരട്ടിയിലധികം സഹായങ്ങളാണ് മോദി സർക്കാർ കേരളത്തിന് നൽകിയതെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. കൂടാതെ ജില്ലയിൽ വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയത്തിൽ സജീവമായി ഇടപെടുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റുമാരായ P. സുബ്രഹ്മണ്യൻ, K. രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ഇന്ന് ഭാരതം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. 2014 ലോകത്തിലെ 5 ദുർബലമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ഭാരതം. അവിടെ നിന്നാണ് കഴിഞ്ഞ 12 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ 12 വർഷത്തിനിടയിൽ ലോകം നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു കോവിഡ് മഹാമാരി. ആ കോവിഡ് മഹാമാരി സമയത്ത് 100ഓളം രാജ്യങ്ങൾക്ക് 2 വാക്സിനുകൾ നൽകിയ രാജ്യമാണ് ഭാരതം എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഫാർമസിയായി ഭാരതം മാറി. 100ലധികം രാഷ്ട്രങ്ങൾക്ക് 2 വാക്സിനുകൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത്, ഒന്ന് വിദേശ ടെക്നോളജിയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് സംഭാവന ചെയ്ത ആ നേട്ടം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയപാതയുടെ വികസനം 2014 91,287 കിലോമീറ്റർ ആയിരുന്നു ദേശീയപാത ഉണ്ടായിരുന്നത്. ഇന്ന് 1.46 ലക്ഷം കിലോമീറ്റർ ദേശീയപാത നമുക്കുണ്ട്. കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കുന്നുണ്ട്. 2014 ഒരു ദിവസം 11.6 കിലോമീറ്റർ റോഡായിരുന്നു നിർമ്മിച്ചിരുന്നെങ്കിൽ ഇന്ന് 34 കിലോമീറ്റർ റോഡാണ് ഒരു ദിവസം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജില്ലാ വിഭജനം എന്നത് സംസ്ഥാന തലത്തിലുള്ള നയപരമായ കാര്യമായതിനാൽ അതിൽ നിലവിൽ പ്രതികരിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും പുനഃവിഭജനം നടത്തണമെന്നതാണ് പാർട്ടിയുടെ പൊതുനിലപാട്. വികസനം ലഭിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് വിഭജനം ആവശ്യപ്പെടുന്നതെങ്കിൽ ജില്ല രൂപീകരിച്ചത് മുതൽ ഇത്രയും കാലം ഭരിച്ച UDFും LDFും തങ്ങളുടെ പരാജയം സമ്മതിക്കണമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വികസനത്തിന്റെ പേരിൽ വിഭജനം ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തെ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. CCN മലപ്പുറം.